ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വള്ളിനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ഒട്ടും തന്നെ കയ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ ഉള്ള ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറമേ ഉള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ളത് കളയേണ്ട ആവശ്യമില്ല. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവിൻ്റെ ഭാഗമെല്ലാം എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് കയ്പുണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ നാരങ്ങ കൂടുതലും വൈറ്റ് കളറിലെ ആ ഒരു പാർട്ട് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് പുളി കുറവായിരിക്കും. ഞാനിവിടെ നല്ലെണ്ണയാണ് ചട്ടി ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉലുവയും കടുകും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അച്ചാറിടുമ്പോൾ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലോട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് അരക്കപ്പിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതലായിട്ട് ചുമന്നൊന്നും പോകണ്ട, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് മാത്രമാണ് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1-2 മിനിറ്റ് ഈ ഒരു എണ്ണയിൽ ഈ നാരങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങയ്ക്ക് ഒട്ടും തന്നെ കയ്പില്ലാതെ നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ഒരു 2 നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഇത് പൂത്തു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ആണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ പഞ്ചസാര മതിയാവും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ആ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഉപ്പ് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിനാഗിരി ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ബാക്കി ഇതിലേക്ക് ഒരു ചാറ് കിട്ടാനായിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് അച്ചാറിന് എത്രത്തോളം ചാറ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ നല്ലൊരു ചൂടിൽ നിന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ കയ്പില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്